ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ AI കാലമാണ്. അതായത് എവിടെ നോക്കിയാലും AI വീഡിയോസ്, AI കൊണ്ടുണ്ടാക്കിയ വീഡിയോസ്, AI സാധനം എല്ലാം AI ആണ്. അപ്പോൾ നമ്മളൊരു യൂട്യൂബിൽ നമ്മൾ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് AI വീഡിയോ ചെയ്യുന്നവരുടെ ചാനലെല്ലാം മോണിറ്റൈസേഷൻ കട്ടായി പോവുകയും ചാനലിന് വയലേഷൻ വന്നിട്ട് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടാവാതിരിക്കാനും അതിലൂടെ നല്ലൊരു ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ നമ്മൾ AI വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതിലൊരു ഹ്യൂമൻ ടച്ച് കൊണ്ടുവരാനാണ്. അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം അതിൽ കൊണ്ടുവരും. അതല്ലാതെ നമ്മളൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി ആ ഒരു വീഡിയോ അതുപോലെ അങ്ങ് അപ്ലോഡ് ചെയ്യാതെ അത് നമ്മുടെ എന്തെങ്കിലും ഒരു എഫേർട്ട്, ഒന്നെങ്കിൽ അത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ വോയിസ് കൊടുത്തിട്ട് വീഡിയോ പോവുമല്ലോ, ആ ഒരു വീഡിയോക്ക് നമ്മുടെ വോയിസ് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കൊടുക്കുക, AI വെച്ചിട്ട് വോയിസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഹ്യൂമൻ ടച്ച്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലൊരു ഹ്യൂമൻ ടച്ച് വന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹ്യൂമൻ ടച്ച് ആ ഒരു വീഡിയോക്ക് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹ്യൂമൻ ടച്ച്, ഒന്നെങ്കിൽ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തായിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ AI ആണെങ്കിൽ നമ്മുടെ വോയിസ് അവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത്താണ് സെയിം പ്രോംപ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതായത് എല്ലാ വീഡിയോക്കും ഒരേ പ്രോംപ്റ്റ്, ഒരേ വീഡിയോ ഇങ്ങനെ ഉപയോഗിച്ചാലും അത് മോണിറ്റൈസേഷൻ കട്ടായി പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്തു. പിറ്റേ ദിവസവും ഞാനെത്തത് ആ സെയിം ഇമേജ് വെച്ച് ആ സെയിം പ്രോംപ്റ്റ് വെച്ചിട്ട് അടുത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്താ പറയുക, സെയിം പ്രോംപ്റ്റും സെയിം ഇത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഫോട്ടോസ്, ഡിഫറൻസ് പ്രോംപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് വെവ്വേറെ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തെ സ്ലൈഡ് ഷോ എന്ന് പറയുമ്പോൾ പണ്ട് കാര്യങ്ങളൊക്കെ സ്ലൈഡ് ഷോക്ക് നല്ല വ്യൂസും അതിലൂടെ നല്ല മോണിറ്റൈസേഷൻ കിട്ടിയിരുന്നു. സ്ലൈഡ് ഷോ പറയുമ്പോൾ അതായത് കുറച്ച് ഫോട്ടോ വെച്ച് അതിലെന്തെങ്കിലുമൊക്കെ ക്യാപ്ഷനും എഴുത്തൊക്കെ കൊടുത്ത് പാട്ടിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സ്ലൈഡ് ഷോ. ഇപ്പോൾ സ്ലൈഡ് ഷോക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല. അപ്പോൾ സ്ലൈഡ് ഷോയും ചെയ്യാതെ ഇരിക്കുക. നാലാമത്തെ കാര്യമാണ് ലോ എഫോർട്ട് കണ്ടന്റ്. അതായത് നമ്മൾ അതിലൊരു എഫോർട്ടും ചെയ്യാതെ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ വീഡിയോ നമ്മൾ ഡയറക്റ്റ് അതിലൊരു എഫോർട്ടും കൊടുക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതായത് നമുക്ക് വല്ല വാട്സാപ്പിലൂടെ കിട്ടിയ വീഡിയോസ്, ഇനി അതല്ല നമ്മൾ ChatGPTയിലോ ജെമിനിയിലോ ഒരു പ്രോംപ്റ്റ് ഇട്ട് ആ സെയിം സാധനം നമ്മൾ ഒന്നും ചെയ്യാതെ അതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഇതാണ് ലോ എഫോർട്ട് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു വീഡിയോക്കും നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അഞ്ചാമത്താണ് മിസ്ലീഡിങ് കണ്ടന്റ്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം. അതായത് ഒരു കാര്യത്തെ തെറ്റിദ്ധരിപ്പിക്കുക, അതായത് നടക്കാത്ത കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്ര മിസ്ലീഡിങ് കണ്ടന്റ് ചെയ്താലും നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ നഷ്ടമാകുന്നതായിരിക്കും. അതായത് മിസ്ലീഡിങ് വരുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇനി അതല്ല കുട്ടികളെ കൊണ്ട് എന്താ പറയുക, കാരണം നമ്മുടെ ചാനലിൽ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറേ പോളിസീസ് ഉണ്ട്. ആ ഒരു പോളിസീസൊക്കെ ആ കുട്ടികളെ കൊണ്ട് ആ ഒരു സെയിം വീഡിയോസ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ എത്താണ് ഒരു മിസ്ലീഡിങ് കണ്ടന്റ് ആയിട്ട് വരും. ഇങ്ങനത്തെ ഈ മിസ്ലീഡിങ് കണ്ടന്റ് ചെയ്താൽ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തതാണ് ആ ഒരു വീഡിയോക്ക് നല്ല രീതിയിൽ വാല്യൂ കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ പറയുന്ന ഒരു വോയിസ്, അതായത് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു, AI വെച്ചിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അതിന് നമ്മൾ വോയിസ് ഓവർ കൊടുത്തു. നമ്മൾ പറയുന്ന വോയിസും സ്ക്രീനിൽ കാണിക്കുന്ന വീഡിയോയും രണ്ടും സെയിം ആയിട്ട് വരണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നതിന് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കാണാം, ഒരു സിനിമയുടെ വീഡിയോ കാണാൻ ചില സമയത്ത് നമുക്ക് എന്തൊക്കെ ഡയലോഗ് വേറെ സ്ഥലത്തും അതിൻ്റെ സീന് വേറെ സ്ഥലത്തായിട്ട് നമുക്ക് കാണപ്പെടും. കാരണം അതിലെന്തോ ഒരു വോയിസിൻ്റെ ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണത്തെ നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് കാണും. അതായത് ഡയലോഗ് വേറെ, കാണുന്ന സീന് വേറെ ഒക്കെ ആയിട്ട് വരും. അതുപോലെ വരാതെ കറക്റ്റ് നമ്മൾ എന്താണ് പറയുന്നത് അതിനുള്ള ആ ഒരു ഇമേജ് അവിടെ വന്നിട്ട് ഒരു വാല്യൂവിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ നോക്കുക. അങ്ങനെ വാല്യൂ ഇല്ലാതെ വീഡിയോ ചെയ്താൽ അവിടെ എന്തെങ്കിലും മോണിറ്റൈസേഷൻ കട്ടാവാതിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൺസിസ്റ്റൻസിയിൽ വീഡിയോ ചെയ്യുക. അതായത്
ഇപ്പോൾ നിങ്ങൾ വെച്ച് ഒരു 20 വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചോ, അതിൽ 10 നിങ്ങൾ എല്ലാ റൂൾസും, അതായത് വീഡിയോ ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ റൂൾസും അനുസരിച്ച് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നത്തെ ബാക്കി 10 നിങ്ങൾ ഒരു റൂൾസും നോക്കാതെ ചുമ്മാ തോന്നിയ പോലെ അപ്ലോഡ് ചെയ്താലും അവിടെ മോണിറ്റൈസേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 20 വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 20 വീഡിയോയും ആ റൂൾസ് അനുസരിച്ച് മാത്രം അപ്ലോഡ് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കട്ടായി പോകുന്നതാണ്. അടുത്തതാണ് ആൾട്ടേർഡ് കണ്ടന്റ്, അതായത് AI യൂസ്. ആൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം ആൾട്ടേർഡ് കണ്ടന്റ്, ഇപ്പോൾ AI യൂസാണ്. അതായത് നമ്മൾ AI വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ആൾട്ടേർഡ് കണ്ടന്റ് അതല്ലെങ്കിൽ AI യൂസ് യെസ് എന്ന് കൊടുക്കണം. അതൊന്ന് നമ്മൾ ചെയ്യാതെ പോവുക, അതല്ലെങ്കിൽ ആൾട്ടേർഡ് കണ്ടന്റ് യെസ് കൊടുക്കുന്നിടത്ത് നമ്മൾ നോ കൊടുത്താൽ അത് ഒരു പക്ഷേ യൂട്യൂബ് അത് കണ്ടെത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവും. ഒരു പക്ഷേ ചാനൽ തന്നെ അവർ ടെർമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ AI വെച്ച് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾട്ടേർഡ് കണ്ടന്റ് യെസ് എന്ന് നിർബന്ധമായിട്ടും കൊടുക്കുക. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ചാനൽ വരെ ടെർമിനേറ്റ് ആയി പോകാം. ഇങ്ങനെ ടെർമിനേറ്റ് ആയി പോയാൽ പിന്നീട് നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സർക്കംവാലൻസ് പോളിസി എന്നൊരു പോളിസി ഉണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ വോയിസ് വെച്ച്, നമ്മുടെ ഇമേജ് വെച്ച്, നമ്മുടെ സ്വന്തം ഒരു ഐഡിയ വെച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ചാനൽ തുടങ്ങാനേ പറ്റില്ല. അപ്പോഴത്തേയും അത് വളരെയധികം പ്രശ്നമുള്ളൊരു കാര്യമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം കണ്ടന്റ്, നമ്മളൊരു ഹ്യൂമൻ ടച്ചിൽ എല്ലാ പോളിസികളും അനുസരിച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്താൽ തന്നെ നമുക്കും ഈ AI വീഡിയോ മോണിറ്റൈസേഷൻ ചെയ്ത് നല്ലൊരു ഏണിങ്സ് നമുക്ക് നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോഴത്തെ ഈ ഒരു പോളിസീസ് എല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഏണിങ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇനിയിപ്പോൾ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് വേണമെന്നുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ചെയ്യാം ഒരു വീഡിയോ ഇട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഇട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഉടൻ തന്നെ വരുമ്പോൾ